NOSൻ്റെ കെമിസ്ട്രി എക്സാം ഈ ഒക്ടോബറിൽ എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. സോ എങ്ങനെയാണ് ഈ കെമിസ്ട്രി പാസ്സാവുക അല്ലെങ്കിൽ ഒരു പാസ് മാർക്ക് മേടിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ടാണ് ഞാൻ കെമിസ്ട്രി പഠിച്ചത്. സോ ഇതിലിങ്ങനെ കോഴ്സിൻ്റെ ഓവർവ്യൂ ഉണ്ട്. ഈ ടെക്സ്റ്റ് ബുക്ക് ആരൊക്കെ കയ്യിലുണ്ടെന്ന് എനിക്കറിയില്ല. സോ ഈ ഒരു ടെക്സ്റ്റ് കയ്യിലുണ്ടെങ്കിൽ കുറച്ചുകൂടി പഠിക്കാൻ കുറച്ച് ഈസി ആയിരിക്കും. ഇതിൽ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞിട്ട് 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഫസ്റ്റത്തെ ടെക്സ്റ്റിൽ വരുന്ന മൊഡ്യൂൾസ് 5ഉം രണ്ടാമത്തതിൽ 3 മൊഡ്യൂൾസുമാണ് വരുന്നത്. ഇതിൻ്റെ മുന്നിലോട്ട് പോയാൽ അതിൻ്റെ കണ്ടൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ബുക്കാണിത്. ഈ ഫസ്റ്റ് ബുക്കിലുള്ള ഈ കണ്ടൻസിൽ എത്ര മൊഡ്യൂൾസ് ഉണ്ട്? 5 മൊഡ്യൂൾസ് ഉണ്ട്. ഈ 5 മൊഡ്യൂൾസിൽ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ TMA എന്ന് പറയുന്നത് അസൈൻമെൻ്റ് ആണ്. അത് ഞാൻ മുന്നിലോട്ട് കാണിച്ചു തരാം. NOSൻ്റെ അസൈൻമെൻ്റ് ആയിട്ട് വരും. പിന്നെ PE എന്ന് പറയുന്നതാണ് തിയറിറ്റിക്കലി വരുന്നത്. സോ ഈ TMA പഠിച്ചിട്ട് ആരും സമയം കളയരുത്. പ്രത്യേകിച്ച് ഈ ഒക്ടോബറിൽ എക്സാം എഴുതാൻ പോണ ആരെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെ പാസ്സാവാന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ PE എന്നുള്ള സാധനം മാത്രം പഠിച്ചാൽ മതി. TMA പഠിക്കരുത്. TMA പഠിക്കുകയാണെങ്കിൽ തന്നെ അത് വെറുതെ പഠിക്കുന്നൊരു സംഭവമായിരിക്കും. കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ ഒന്ന് തന്നെ ഈ TMA എന്ന് പറയുന്നതിൽ ക്വസ്റ്റ്യൻ വരില്ല. പിന്നെ ഇതിൻ്റെ മാർക്ക് നോക്കാം. ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഇതിൻ്റെ മാർക്കും കാര്യങ്ങളും എല്ലാം ഇവർ കൊടുത്തിട്ടുണ്ട്. മാർക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഇതിൽ ഫസ്റ്റ് ബുക്കും സെക്കൻഡ് ബുക്കിൻ്റെ മൊത്തത്തിലുള്ള മാർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ മൊഡ്യൂളിനും എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന്. ഫസ്റ്റത്തെ മൊഡ്യൂളിൽ നിന്ന് വരുന്നത് 4 മാർക്കിനാണ്. അപ്പോൾ അത് എന്താക്കുക, സ്കിപ്പ് ചെയ്യണമെന്നല്ല, പക്ഷേ അതവിടെ നിൽക്കട്ടെ. പിന്നീട് അടുത്ത മാർക്ക് നോക്കാം. ഈ അറ്റോമിക് സ്ട്രക്ചർ എന്നുള്ളതിൽ നിന്ന് 10 മാർക്ക് വരുന്നുണ്ട്. പിന്നെ കൂടുതൽ മാർക്ക് ചോദിക്കുന്നത് സെക്കൻഡ് ബുക്കിൽ നിന്നാണ്. ഈ രണ്ടാം ഭാഗത്തു നിന്നാണ് ചോദിക്കുന്നത്. അതിലിതാ ഇവിടെ 18 മാർക്കിന് 2 മൊഡ്യൂൾ വരുന്നുണ്ട്. അപ്പോൾ അതിനാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്. കുറച്ച് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മൊഡ്യൂൾസ് നോക്കാം. ഈ 4 മാർക്കിൻ്റെ മൊഡ്യൂൾസ് എവിടുന്നാണ് വന്നത്? ഇതാ ഇവിടെ ഈ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്നുള്ളതിന് 4 മാർക്കാണ്. അപ്പോൾ അത് ഒഴിവാക്കി വിടാം. പക്ഷേ ഈ അറ്റോമിക് സ്ട്രക്ചർ ആൻഡ് കെമിക്കൽ ബോണ്ടിങ് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കാരണം അതെന്താണ് 10 മാർക്കിന് ചോദിക്കുന്നുണ്ട്. അതിൽ നിന്ന് TMA ആയിട്ട് ഒരു ചാപ്റ്റർ ഉണ്ട്. അതേതാ? പീരിയോഡിക്. അപ്പോൾ അത് ഒഴിച്ചു വിടുക. എന്നിട്ട് അറ്റോമിക് സ്ട്രക്ചറും കെമിക്കൽ ബോണ്ടിങ്ങും നന്നായിട്ട് പഠിക്കുക. അതുപോലെ ബാക്കി എല്ലാ മൊഡ്യൂളും നോക്കിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. മൊഡ്യൂൾ നോക്കുക, അതിൻ്റെ ചാപ്റ്റേഴ്സ് എത്രയാണെന്ന് നോക്കുക. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞ പോലെ അറ്റോമിക് സ്ട്രക്ചർ ആൻഡ് കെമിക്കൽ ബോണ്ടിങ് എത്രയെന്ന് ചോദിക്കുന്നത് 10 മാർക്ക്. അതിൽ നിന്ന് എത്ര ചാപ്റ്റർ ചോദിക്കേണ്ടത്? 2 അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് എല്ലാവർക്കും പഠിച്ച് പാസ്സാകാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഇവിടെ പിന്നെ എന്താ വരുന്നത്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ 18 മാർക്കിൻ്റെത് ഷുവറായിട്ടും പഠിക്കണം. പിന്നെ ഈ ടെക്സ്റ്റ് ബുക്ക് കയ്യിലുള്ളവരാണെങ്കിൽ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പോയിൻറ്റ്സ് എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ പോയിൻറ്റ്സ് എന്നതാ. താഴത്തതിൻ്റെ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതിൽ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെതും കൊടുത്തിട്ടുണ്ട് മാർക്ക്, അതിൻ്റെ പോയിൻറ്റ്സ്, പഠിക്കേണ്ട കാര്യങ്ങൾ. ഇതൊക്കെ ഒരു നോട്ടിലോട്ട് എഴുതിയിട്ട് അത് ഗൂഗിൾ നോക്കിയിട്ടോ യൂട്യൂബ് നോക്കിയിട്ടോ എങ്ങനെയാണ് പഠിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പഠിക്കുക. അല്ലെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് നോക്കിയിട്ടാണ് അത്രക്കും നല്ലത്. പിന്നെ ഇതാണ് പ്രാക്ടിക്കലിന് ചോദിക്കുന്നത്. ഈ പ്രാക്ടിക്കലിന് ചോദിക്കുന്നതും അതുപോലെ തന്നെ യൂട്യൂബ് നോക്കുക, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നോക്കുക. ഇല്ലെങ്കിൽ പഠിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ TMA അതാണ്. അത് TMAൻ്റെ സാധനവും കണ്ട്. അപ്പം കൂടുതലും പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ മാർക്കിൻ്റെ സാധനം തന്നെയാണ്. മാർക്ക് നോക്കിയിട്ട് പഠിക്കുക. അല്ലാതെ വെറുതെ വാരി വലിച്ചിട്ട് NOS ടഫാണെന്നും പറഞ്ഞിട്ട് എല്ലാം കൂടി പഠിച്ചിട്ട് ഒരു കാര്യമില്ല. സോ ഓക്കെ.